നമസ്കാരം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാസ്റ്റർ കെ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSC സോഷ്യൽ സയൻസിന്റെ ഒരു മുൻകാല ചോദ്യ പേപ്പറാണ്. 103/2024 പ്രകാരം ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പ്രകാരം നടത്തപ്പെട്ട ഒരു എക്സാം ആയിരുന്നു. അതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ അതൊന്ന് അറിയിക്കുക കമന്റ് രൂപേണ. അതുപോലെ തന്നെ മുൻകാല ചോദ്യ പേപ്പറുകളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുന്നത് നമുക്ക് വരാൻ പോകുന്ന പരീക്ഷ അതിന്റെ തീവ്ര അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ മോഡലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇരുമ്പിന്റെ സാന്നിധ്യം കൂടുതലുള്ള കേരളത്തിലെ പ്രത്യേക ലാറ്ററൈറ്റ് മണ്ണിന്റെ പ്രൊഫൈൽ പ്രധാനമായും ഉണ്ടായത്. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. ഈ ലാറ്ററൈറ്റ് മണ്ണ് നമുക്ക് പരിശോധിക്കുമ്പോൾ അതിൽ ഇരുമ്പിന്റെ സാന്നിധ്യവും കൂടുതലാണ്. ഇതിന് കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഫൈലിൽ ഉൾപ്പെട്ട മണ്ണ് എങ്ങനെയാണ് കേരളത്തിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്? അതിന് 4 ഓപ്ഷൻസും അവർ നൽകിയിട്ടുണ്ട്. അടിപൊളി ഓപ്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ, ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലെ തീവ്രമായ ഉഷ്ണമേഖലാ കാലാവസ്ഥ മൂലമാണ് ഈ മണ്ണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, പശ്ചിമഘട്ടങ്ങളിൽ നിന്നുള്ള നദികൾ അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ മൂലം. മൂന്നാമത്തെ ഓപ്ഷൻ, പ്രദേശത്തിന്റെ ഭൂതകാലത്തെ അഗ്നിപർവ്വത പ്രവർത്തനം മൂലം. നാലാമത്തെ ഓപ്ഷൻ, തീരദേശ സമതലങ്ങളിലെ സമുദ്ര അവശിഷ്ടങ്ങളുടെ സ്വാധീനം മൂലം. 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലേക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് വേണമെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി നമുക്കറിയാം, കേരളം എന്ന് പറയുമ്പോൾ ഹൈലാൻഡ്, അതായത് മലനാട്, ഇടനാട്, തീരദേശം, ഇത് 3 അടങ്ങുന്നതാണ്. അപ്പൊ തീരദേശ സമതലങ്ങളിലെ സമുദ്ര അവശിഷ്ടങ്ങളുടെ സ്വാധീനം മൂലം എന്ന് പറഞ്ഞാൽ തീരദേശത്ത് മാത്രമായിട്ടല്ല കേരളത്തിൽ നമുക്ക് ലാറ്ററൈറ്റ് മണ്ണ് കാണാൻ കഴിയുന്നത്. അപ്പൊ അതെന്തായിരുന്നാലും തെറ്റായ ഒരു ഓപ്ഷൻ ആണ്. അടുത്തത്, ഈ പ്രദേശത്തിന്റെ ഭൂതകാലത്തെ അഗ്നിപർവ്വത പ്രവർത്തനം മൂലം. ശരിയാണ്. പെൻസിലാർ ഇന്ത്യ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഈ ഒരു പ്രദേശം രൂപം കൊണ്ടിരിക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ട് തന്നെയാണ്. ആ അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ട് രൂപാന്തരം കൊള്ളുമ്പോൾ ഈ ഇരുമ്പിന്റെ സാന്നിധ്യമുള്ള ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് കാണുന്നില്ല? അപ്പൊ അതെന്തായിരുന്നാലും നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ കഴിയുന്നില്ല. ഇനി, പശ്ചിമഘട്ടങ്ങളിൽ നിന്നുള്ള നദികൾ അടിഞ്ഞുകൂട്ടിയ അവശിഷ്ടങ്ങൾ മൂലം. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദവും എക്കൽ മണ്ണും നിക്ഷേപിച്ചാണ് ഈ ഒരു പ്രൊഫൈല്, ഈ ഒരു മണ്ണ് രൂപപ്പെട്ടെങ്കിൽ അത് ലാറ്ററൈറ്റ് അല്ല, അത് അലൂവിയൽ മണ്ണ് അല്ലെങ്കിൽ എക്കൽ മണ്ണാണ്. കാരണം നദിയുടെ നിക്ഷേപണ പ്രവർത്തന ഫലമായിട്ട് രൂപാന്തരം കൊള്ളുന്ന മണ്ണാണ് എക്കൽ മണ്ണ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ അത് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ കഴിയില്ല. പിന്നെ എന്താണ്? ഈ പ്രദേശത്തിന്റെ ഭൂതകാല അഗ്നിപർവ്വത പ്രവർത്തനം മൂലമാണ് രൂപം കൊള്ളുന്നത്. അഗ്നിപർവ്വത പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മാഗ്മ പുറത്തു വരികയും അത് തണുക്കുകയും അല്ലെങ്കിൽ കൂളിങ്ങിന് വിധേയമാവുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ദൃഢത കൈവരിക്കപ്പെട്ട ഒരു പ്രദേശമായിട്ട് മാറുകയാണ്. ഇവിടെ ഉയർന്ന താപനിലയും, നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് തൊട്ട് മുകളിലുള്ള ഒരു പ്രദേശമാണ്. അത്യാവശ്യം ഉഷ്ണമേഖലാ പ്രദേശമായിട്ട് പരിഗണിക്കാൻ കഴിയുന്നതാണ് കേരള റീജിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഉയർന്ന താപനിലയോടുകൂടി നിന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഉച്ചയ്ക്ക് ശേഷം തീവ്രമായിട്ടുള്ള മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. സമ്മർ സീസൺ, വേനൽ കാലഘട്ടത്തിന്റെ ആരംഭം, മാർച്ച് മാസത്തോടുകൂടി വേനൽ കാലഘട്ടം ആരംഭിക്കുമ്പോൾ വേനലിന്റെ ആരംഭത്തോടുകൂടി തന്നെ മാർച്ച് മാസത്തിന്റെ 2ാമത്തെ ആഴ്ചയോടുകൂടി തന്നെ നമുക്ക് രാവിലേക്ക് നല്ല ചൂട് നിന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടി ഇടിയോടുകൂടിയുള്ള മഴ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ഘടകങ്ങൾ, മറ്റ് എലമെന്റ്, മറ്റ് മൂലകങ്ങൾ ലീച്ചിങ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇങ്ങനെ ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള സാഹചര്യം, അതിൽ എന്തുണ്ട്? രാവിലെ ചൂട്, ഉച്ചയ്ക്ക് ശേഷം മഴ, ഈർപ്പമുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ തീവ്രമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയെ തുടർന്ന് രൂപം കൊണ്ടിട്ടുള്ള മണ്ണാണ് ഏതെന്ന് പറയുന്നത്? ലാട്രൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന മണ്ണിനമാണ് ലാട്രൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ്. ശരിക്കും മറ്റൊരു രീതിയിൽ കൂടി ഈ ചോദ്യം നമ്മുടെ മുന്നിലേക്ക് ആവർത്തിക്കാം. മഴക്കാലവും വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥാ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സമ്മർ കാലഘട്ടത്തിൽ മാംഗോ ഷവർ കേരളത്തിൽ ആരംഭിക്കുന്നുണ്ട്. ചൂട്, ഉച്ചയ്ക്ക് ശേഷം മഴ. പിന്നെ നമ്മുടെ മൺസൂൺ കാലഘട്ടം നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാം കേരളത്തിന്റെ അവസ്ഥ, അല്ലെ? മൺസൂണിന് ഒരു ബ്രേക്ക് വരും. തുടർച്ചയായ 5 മുതൽ 10 ദിവസം വരെ തുടർച്ചയായിട്ട് മഴ പെയ്തതിന് ശേഷം തുടർന്ന് നമുക്ക് 4-5 ദിവസം വെയിൽ ലഭിക്കാറുണ്ട്. ഇങ്ങനെ മൺസൂൺ ബ്രേക്ക് നമുക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പൊ അതിശക്തമായ മഴയും അതിശക്തമായ ചൂടും. ആ ചൂട് എങ്ങനെയാണ്? ഉഷ്ണമേഖലാ പ്രദേശമായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലെ ചൂട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് രണ്ടും മാറി മാറി അനുഭവപ്പെടുന്ന മൺസൂൺ കാലാവസ്ഥാ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണാണ്. അതുപോലെ ഉഷ്ണമേഖലാ മഴയുടെ ഫലമായിട്ട്, കാരണം ട്രോപ്പിക്കൽ റെയിൻ ഇവിടെ അടിപൊളിയായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് തുടക്കത്തിലേ പറഞ്ഞു, ജലം മണ്ണിലേക്ക് ഊർന്നിറങ്ങുകയും ഈ പ്രദേശത്തെ മണ്ണിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, സിലിക്ക, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു മറ്റ് ഘടകങ്ങൾ, മറ്റ് എലമെന്റ്, മറ്റ് മൂലകങ്ങൾ ഒക്കെ തന്നെ ജലത്തിൽ ലയിച്ച് ഒലിച്ചു പോകുന്നു. ഈ ജലത്തിൽ ലയിച്ച് കാൽസ്യം, സിലിക്ക ഉൾപ്പെടെയുള്ള മറ്റ് മൂലകങ്ങൾ ജലത്തിൽ ലയിച്ച് ഒലിച്ചു പോകുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ലീച്ചിങ്. തുടർന്ന് ഇതിൽ അവശേഷിക്കുന്ന സംയുക്തങ്ങൾ എന്ന് പറയുന്നത് ഇരുമ്പ് ഓക്സൈഡും അലൂമിനിയവുമാണ് അവശേഷിക്കുന്നത്. ഉയർന്ന ഊഷ്മാവിൽ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി ജൈവാംശം പെട്ടെന്ന് ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇത് പിന്നീട് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാക്കി മാറ്റുന്നത് ഇതിൽ ഹ്യൂമിസ് കണ്ടന്റ്, ജൈവ അവശിഷ്ടങ്ങളൊക്കെ ആഡ് ചെയ്ത് ചേർത്ത് കർഷകർ ഇത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലാട്രൈറ്റ് മണ്ണിന്റെ അല്ലെങ്കിൽ ചെങ്കൽ മണ്ണിന്റെ പ്രൊഫൈലായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അടുത്തത്, വടക്കേ ഇന്ത്യയിലെ ഫലഭൂഷ്ടമായ സമ്പൂർണ്ണ സമതലമായ ഡോബ്. നമ്മൾ 2 രീതിയിൽ എഴുതാറുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദോബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡോബ്, DOAB, ദോബ്. ദോബ് പ്രദേശം പ്രധാനമായും രൂപപ്പെട്ടത് ഏത് 2 പ്രധാന നദികളുടെ സംഗമത്താലാണ് രൂപപ്പെട്ടിരിക്കുന്നത്? സിന്ധു നദിയും സത്ലജ് നദിയും, യമുന നദിയും ഗംഗാ നദിയും, ബ്രഹ്മപുത്ര നദിയും ഗംഗാ നദിയും, ഗോദാവരി നദിയും കൃഷ്ണ നദിയും. ഇതില് ഡോബ് എന്ന് പറയുന്ന ഭൂപ്രദേശം ഇവിടെ തന്നിട്ടുണ്ട്. 2 നദികൾക്കിടയിലുള്ള ഭൂപ്രദേശത്തിനെയാണ് ദോബ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 2 നദികൾ ഒഴുകി വരികയാണ്. നദി ഒഴുകുമ്പോൾ വെറുതെ അല്ല ഒഴുകുന്നത്, ജലത്തോടൊപ്പം അവസാദവും എക്കൽ മണ്ണും ഒക്കെ അത് വഹിച്ചു കൊണ്ടുവരികയും നദി സമതല പ്രദേശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ഇരു കരകളിലും നിക്ഷേപിക്കപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ നിക്ഷേപിച്ചതിനെ തുടർന്ന് നദികൾക്കിടയിലുള്ള നിക്ഷേപണ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നദികൾക്കിടയിലായിട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രദേശത്തെയാണ് ദോബ് എന്ന് പറയുന്നത്. ഈ ദോബ് എന്ന് പറയുന്ന പ്രദേശം നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? നമ്മുടെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ തന്നെ ഈ ഒരു പോയിന്റ് സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി കാത്തിരിക്കണം. നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനും ഈ ഒരു മേഖലയിൽ നിന്നുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇപ്പൊ മാസ്റ്റർ കീ അക്കാഡമിയിൽ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് SCERT സെപ്പറേറ്റ്, അത് NCERT സെപ്പറേറ്റ് അങ്ങനെയൊന്നുമല്ല. ഫുള്ളും നിങ്ങൾക്ക് നമ്മളൊരു കണ്ടന്റ് പഠിക്കുമ്പോൾ ഈ ഒരു മേഖല എന്ന് പറയുന്നത് സിന്ധു നദിയും അതിന്റെ പോഷക നദിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ SCERT കുറിച്ച് NCERT കുറിച്ച് സെപ്പറേറ്റ് നിങ്ങൾ പഠിക്കാനായിട്ട് തരുന്നില്ല. എല്ലാം കൂടി പാക്ക് ആയിട്ട് ഒരു ക്ലാസ്, ഇപ്പം സിന്ധു നദിയെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. അതായത് സിലബസ് വേഗത്തിൽ പൂർത്തിയാക്കുകയും അവിടെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ക്ലാസ് എത്തിക്കുന്നത്.
അപ്പൊ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ നമ്മളിപ്പോൾ ഒരു 5 ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ആ 5 ക്ലാസ് നിങ്ങൾ കാണുന്നതിന് ശേഷം ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഒരു പരീക്ഷ നടത്തുന്നുണ്ട്. ആ പരീക്ഷയ്ക്ക് നമ്മൾ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മളൊരു മോഡൽ എക്സാമും അതുപോലെ തന്നെ ഈ പറഞ്ഞ മൊഡ്യൂൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അത്യാവശ്യം ടെൻഷനുള്ള ഒരു എക്സാം ആണെന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് മോട്ടിവേഷനും ഒക്കെ വേണം. കാരണം ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുത്ത് നിങ്ങൾ പഠിക്കുന്നവരാണ്. അത്യാവശ്യം നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ജോബാണ് HST അല്ലെങ്കിൽ HSA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ നമ്മുടെ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങൾക്ക് തന്നു പോകുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂ വരെ നിങ്ങളുടെ ഒപ്പം തന്നെ മാസ്റ്റർ കെ അക്കാഡമി കൂട്ടിനുണ്ടാകും. അപ്പം നമ്മുടെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പം ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് SCERT NCERTയിലെ എല്ലാ പോയിന്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് PSC ബുള്ളറ്റിന്റെ പോയിന്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സമഗ്രമായ പാക്കേജ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നമുക്ക് വേഗത്തിൽ അത് വ്യക്തമായി വൃത്തിയായിട്ട് പഠിച്ചെടുക്കേണ്ട ആവശ്യകതയുണ്ട്. എത്രയും വളരെ ടൈം കൺസ്യൂം ആയിട്ട്, കാരണം നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് വാരി പറഞ്ഞ് നിങ്ങളുടെ സമയം കളയാതെ വളരെ സിസ്റ്റമാറ്റിക്കും പ്രോപ്പർ അറ്റൻഷൻ തരുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ SCERT പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ഡോബ് എന്ന് പറയുന്നത്. ശരിക്കും PSC ഈ ഒരു എക്സാമിന് ആൻസർ കൊടുത്തത് യമുന നദിയും ഗംഗാ നദിയുമാണ് ആൻസർ ആയിട്ട് കൊടുത്തത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സിന്ധു നദിയും സത്ലജ് നദിയിലും ഇടയിലായിട്ട് രൂപം കൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശത്തെയാണ് ദോബ് എന്ന് പറയുന്നത്. അതായത് സിന്ധുവിന്റെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദവും എക്കൽ മണ്ണും നിക്ഷേപിക്കുന്നതിനെ തുടർന്ന് രൂപം കൊണ്ടിരിക്കുന്ന ഭൂപ്രദേശമാണ്. നമുക്കറിയാം ഉത്തരപർവ്വത മേഖലയിൽ വെച്ചാണ് സിന്ധു നദിയുടെ ഉത്ഭവം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ സിന്ധു നദിയും സിന്ധുവിന്റെ പോഷക നദികളും ഇന്ത്യയുടെ ഏത് ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തായിട്ടാണ്. അതായത് ഈ ഡോബ് ഇന്ത്യയുടെ ഏത് ഉത്തരമഹാസമുദ്രം എന്ന് പറയുന്നത് ഈ കാണപ്പെടുന്ന ഇത്രയും ഭാഗം ഉത്തരമഹാസമുദ്രമാണെങ്കിൽ ആ ഉത്തരമഹാസമുദ്രത്തിന്റെ മധ്യഭാഗം എന്ന് പറയുന്നത് യമുന നദിയും അതുപോലെ തന്നെ ഗംഗാ നദിയുമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കിഴക്കൻ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അരുണാചൽ പ്രദേശ് ആസാം വഴി ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയും ആസാമിൽ നിന്ന് നേരെ താഴോട്ട് പോയി ബംഗ്ലാദേശിലേക്ക് ബ്രഹ്മപുത്ര പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗംഗയെ സംബന്ധിച്ചിടത്തോളം ഉത്തരാഖണ്ഡ്, അത് കഴിഞ്ഞിട്ട് ഉത്തർപ്രദേശ്, അത് കഴിഞ്ഞിട്ട് ബീഹാറിൽ നേരെ വെസ്റ്റ് ബംഗാളിലേക്ക് കടക്കുന്ന ഗംഗ രണ്ടായിട്ട് പിരിയുകയും പശ്ചിമ ബംഗാളിൽ കൂടി ഹൂഗ്ലിയും പത്മ എന്ന പേരിൽ ആര് ഒഴുകുന്നുണ്ട്? ഗംഗ ബംഗ്ലാദേശിലേക്ക് ഒഴുകുകയും അത് പിന്നെ ബ്രഹ്മപുത്രയും പത്മയും ഒന്നായിട്ട് ഒഴുകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പടിഞ്ഞാറൻ പ്രദേശത്ത് നമുക്ക് പരിശോധിക്കുമ്പോൾ നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗത്ത് വെച്ച് ഉത്ഭവിക്കുന്ന സിന്ധു നദി അത് വടക്ക് പടിഞ്ഞാറൻ ഡയറക്ഷനിലാണ് ഒഴുകുന്നത്. ഞാനിപ്പോൾ വരച്ചതുപോലെ ഇങ്ങനെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുകയും അവസാനം കറാച്ചി തുറമുഖത്ത് വെച്ച് ഡിസ്ചാർജ് ചെയ്യുന്നു, അറബിക്കടലിൽ പതിക്കുകയും ചെയ്യുന്ന ഒരു നദിയാണ്. അപ്പൊ ഈ സിന്ധുവിന്റെ പോഷക നദികൾ എന്ന് പറയുമ്പോൾ മറ്റ് ചലം, ഹിനാബ്, രവി, ബിയാസ് എന്ന് പറയുന്ന ഈ പോഷക നദികളൊക്കെ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദവും എക്കൽ മണ്ണും നിക്ഷേപണ പ്രവർത്തനത്തിന്റെ ഫലമായി രൂപാന്തരപ്പെട്ടിരുന്ന ഭൂപ്രദേശത്തെയാണ് ദോബ് എന്ന് പറയുന്നത്. ഇതിപ്പോ സിന്ധു റിവർ ആണെങ്കിൽ, ഇപ്പൊ വരച്ചിരിക്കുന്ന സിന്ധു ആണെങ്കിൽ, നെക്സ്റ്റ് നമുക്ക് കാണുന്ന ഝലം റിവർ ആണ്. ഝലം റിവർ നേരിട്ട് സിന്ധുവിലേക്കല്ല പതിക്കുന്നത്, പിന്നെ എവിടെയെന്ന് വെച്ചാൽ ചിനാബ് റിവറിലാണ് ഝലം പതിക്കുന്നത്. ഞാൻ ഇപ്പൊ വരച്ചത് ഏതാണ്? ചിനാബ് വരച്ചു. ചിനാബ് സിന്ധുവിലേക്ക് പതിക്കുന്നുണ്ട്. ഝലം റിവർ ശരിക്കും പറഞ്ഞാൽ ചിനാബ് നദിയിലാണ് പതിക്കുന്നത്. അതുപോലെ തന്നെ ഝലം, ചിനാബ് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതേണ്ടത് രവിയാണ്. രവിയും ഞാൻ ഈ പറയുന്ന പോലെ തന്നെയാണ്. രവിയും നേരിട്ട് സിന്ധുവിലേക്ക് പതിക്കുന്നില്ല, ചിനാബിലേക്കാണ് ആരും പതിക്കുന്നത്? ഈ രവി നദിയും പതിക്കുന്ന. ഇനി അടുത്ത് നമുക്ക് കാണുന്ന ബിയാസും സത്ലജുമാണ്. സത്ലജ് ട്രാൻസ് ഹിമാലയൻ ഭാഗത്ത് വെച്ച് ഉത്ഭവിച്ചിട്ട് അല്ലെങ്കിൽ ടിബറ്റൻ ഭാഗത്ത് വെച്ച് ഉത്ഭവിച്ചിട്ട് ഈ പറയുന്ന ചിനാബിലേക്ക് മെർജ് ചെയ്ത് പിന്നെ ചിനാബായിട്ടാണ് ഒഴുകുന്നത്. ഈ സത്ലജ് നദിയിലേക്ക് വന്നു ചേരുന്ന നദിയാണ് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള ബിയാസ് എന്ന് പറയുന്നത്.
അപ്പം ഈ സിന്ധുവിന്റെയും ചലം നദിയുടെയും ഇടയിലുള്ള ഭൂപ്രദേശം കണ്ടോ, സിന്ധുവിന്റെയും ചലം നദിയുടെയും ഇടയിലുള്ള ഭൂപ്രദേശം. ഇനി അടുത്തത് ചിനാബ് നദിയുടെയും രവി നദിയുടെയും ഇടയിലുള്ള ഭൂപ്രദേശം. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് പറയേണ്ടത് ചലത്തിന്റെയും ചിനാബിന്റെയും ഇടയിലുള്ള ഭൂപ്രദേശം. കണ്ടോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ദോബ് എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദോബുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ സമതല പ്രദേശത്തെയാണ് നമ്മൾ പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത്. ഈ പഞ്ചാബ് ഹരിയാന സമതലം ഇന്ത്യക്കകത്ത് മാത്രമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു പ്രദേശമല്ല. അത് പാകിസ്ഥാൻ പ്രോവിൻസ് ആയിട്ട്, പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന പഞ്ചാബ് പ്രോവിൻസിലേക്കും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദോബുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. പരസ്പരം കൂടിച്ചേരുന്ന 2 നദികൾക്കിടയിലുള്ള കരഭാഗത്തെയാണ് നമുക്ക് എന്തായിട്ട് പറയാൻ കഴിയുന്ന, ദോബായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ നോക്കിയ ഏറ്റവും പടിഞ്ഞാറൻ ഭാഗത്ത് കൂടിയാണ് ഞാനിപ്പോൾ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്, സിന്ധു നദി ഒഴുകുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും വലിയ നദിയായിട്ട് നമ്മൾ പറയുന്നതാണ് ആര്, ചിനാബ് റിവർ. ഞാൻ വരയ്ക്കുന്നു, ഇതാണ് ചിനാബ് റിവർ, സിന്ധുവിലേക്ക് വന്നു പതിക്കുന്നു. കണ്ടോ, സിന്ധു നദിക്കും അതുപോലെ തന്നെ ചിനാബിനും ഇടയിലായിട്ട്. ഇനി ചലം റിവർ വളരെ ചെറുതാണ്, ആരിലേക്ക് വന്ന് പതിക്കുന്നു, ഈ പറഞ്ഞ ചലമാണ് ഞാൻ ഇപ്പൊ വരച്ചത്. ഈ ചലം റിവർ ആരിലേക്ക്, ചിനാബിലേക്ക് വന്ന് പതിക്കുന്നു. അപ്പൊ റെഡ് മാർക്കിട്ട പ്രദേശം, ഇവിടെ സിന്ധു, നമുക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സിന്ധുവിനെ കാണാം, പിന്നെ വടക്ക് ഭാഗത്തായിട്ട് ചലം റിവറിനെ കാണാം. കുറച്ച് വടക്ക് തെക്കായിട്ട് ചലം റിവർ കഴിഞ്ഞിട്ട് പിന്നെ ഒഴുകുന്നത് ആരാണ്, ചലം റിവർ കഴിഞ്ഞിട്ട് നമുക്ക് ഒഴുകുന്നതായിട്ട് കാണാൻ കഴിയുന്ന ചിനാബാണ് ഒഴുകുന്നത്. ഗ്രീൻ ഇട്ട് വരയ്ക്കുന്നു, കണ്ടോ, ചലം റിവർ കഴിഞ്ഞിട്ട് പിന്നെ ചിനാബാണ് സിന്ധുവിലേക്ക് പതിക്കുന്നത്. അപ്പൊ സിന്ധുവിനും ചലം റിവറിനും ഇടയിലുള്ള പ്രദേശം, അതിന്റെ പേര് നമുക്ക് പഠിക്കണം. അതിന് നമ്മൾ പറഞ്ഞത് സിന്ധുവിനും ചലത്തിനും ഇടയിലുള്ള പ്രദേശത്തെക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കി അവിടെ കാണാൻ കഴിയും. സിന്ധുവിന്റെ വടക്കൻ ഭാഗമായി ഇവിടെ ചലം റിവർ, തെക്ക് ഭാഗത്തായിട്ട് ചിനാബ് റിവർ. അപ്പൊ സിന്ധു, ചലം, ചിനാബ് നദികൾക്കിടയിലുള്ള ഈ റെഡ് നിറം കൊടുത്തിരിക്കുന്ന, ചുമപ്പ് നിറം കൊടുത്തിരിക്കുന്ന പ്രദേശത്തെയാണ് സിന്ധ് സാഗർ ദോബ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഞാൻ ക്ലിയർ ആയ ഒരു ഇമേജ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സിന്ധ് സാഗർ ദോബ് എന്ന് പറയുന്നത് ദേ ഇവിടെ നമുക്ക് കാണാം, മഞ്ഞ കളർ കൊടുത്തിരിക്കുന്ന പ്രദേശമാണ്. അപ്പൊ സിന്ധ് സാഗർ ദോബ് ഏതൊക്കെ നദികൾക്കിടയിലുള്ള ഭൂപ്രദേശമാണ് എന്നൊരു ചോദ്യം നമുക്ക് വരാം. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം. ഈ കാണുന്നത് ഏറ്റവും പടിഞ്ഞാറൻ ഭാഗത്ത് കൂടി ഒഴുകുന്ന സിന്ധു നദിയാണ്, ഞാനിപ്പോ ഗ്രീൻ മാർക്ക് ചെയ്തത്. സിന്ധുവിന്റെ നേരെ കിഴക്കൻ ഭാഗത്തായിട്ട് നമുക്ക് ചലം റിവറിനെ കാണാം. എന്നാൽ ചലം റിവർ നേരെ ചിനാബിലേക്കാണ് പതിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ചലം കഴിഞ്ഞിട്ട് താഴോട്ട് പോകുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ചിനാബിനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതാണ് സിന്ധ് സാഗർ ദോബ്. ചലം, ചിനാബ്, സിന്ധു, ചലം, ചിനാബ് നദികൾക്കിടയിലുള്ള ഭൂപ്രദേശത്തെയാണ് സിന്ധ് സാഗർ ദോബ് എന്ന് SCERT പറഞ്ഞിരിക്കുന്നത്. അതേസമയം NCERT പറഞ്ഞിരിക്കുന്നത് സിന്ധു ചലം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സിന്ധു ചലം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ചിനാബിനെ കൂടി കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ സിന്ധു സാഗർ ദോബ് ചലം, ചിനാബ് നദികൾക്കും സിന്ധു നദികൾക്കും, കണ്ടോ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കിഴക്കൻ ഭാഗത്ത് നോക്കുമ്പോൾ ചലം, ചിനാബ് നദികൾക്കും, പിന്നെ പടിഞ്ഞാറൻ ഭാഗത്ത് നോക്കുമ്പോൾ ആരാണ്, സിന്ധു നദികൾക്കും ഇടയിലുള്ള ഭൂപ്രദേശത്തെയാണ് നമുക്ക് സിന്ധ് സാഗർ ദോബായിട്ട് പറയാൻ കഴിയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് ഛാജ് ദോബാണ്. ഛാജ് പേര് പോലെ തന്നെ ചിനാബിന്റെ ജലത്തിന്റെ ജായുമാണ് എടുത്തിരിക്കുന്നത്. ഛാജ് കണ്ടോ, ഏതാണ്, ഈ ഒരു ഓഷ്യൻ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്ന പ്രദേശമാണ്. ഇവിടെ പടിഞ്ഞാറൻ ഭാഗത്ത് ചലം റിവർ പതിക്കുന്നത് ആരിലാണ്, ചിനാബ് റിവർ. അപ്പൊ ചലത്തിന്റെയും ചിനാബ് റിവറിന്റെയും ഇടയിലുള്ള ഭൂപ്രദേശത്തെയാണ് ഛാജ് ദോബ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ചിനാബ് നദിയുടെയും രവി നദി എന്ന് പറയുന്നത് നേരിട്ട് ഇൻഡസിലേക്ക് പതിക്കുന്നില്ല, സിന്ധുവിലേക്ക് പതിക്കുന്നില്ല, ചിനാബ് റിവറിലേക്കാണ് പതിക്കുന്നത്. ഞാൻ ഇപ്പൊ വരച്ച് ചേർത്തിട്ടുണ്ട്. ഒരു ഗ്രേ കളർ കൊടുത്തിരിക്കുന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് ചിനാബിനും രവി നദിക്കും ഇടയിലുള്ള ഭൂപ്രദേശത്തെയാണ് രവിയുടെ ചിനാബിന്റെ ചാന,
രചനാദോബ്. ഈ പേരിന്റെ ആദ്യ അക്ഷരം വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രവി നദിക്കും ചിനാബ് നദിക്കും ഇടയിലുള്ള ഭൂപ്രദേശത്തെയാണ് രചനാദോബ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ബാരി ദോബാണ്. ബിയാസിൻ്റെതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം. ബിയാസും ആരുടെയാണ്? രവിയുടെ രായുമാണ്. അപ്പൊ നമുക്ക് ഇവിടെ പടിഞ്ഞാറൻ ഭാഗത്ത് ആരെ കാണാൻ കഴിയുന്നുണ്ട്? രവിയെ കാണാൻ കഴിയുന്നുണ്ട്. രവി എവിടെ എത്തിച്ചേരുന്നു? ചിനാബിലേക്ക് ഒഴുകി എത്തിച്ചേരുന്നു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് കിഴക്കൻ ഭാഗത്ത് ആരെ കാണാൻ കഴിയുന്നുണ്ട്? ബിയാസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ ബിയാസ്. അപ്പം ബിയാസ് രവി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ബിയാസ് പിന്നെ സത്ലജിലേക്ക് എൻ്റർ ചെയ്യുകയും അല്ലെങ്കിൽ സത്ലജിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയും പിന്നെ ഒഴുകുന്നത് സത്ലജിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും ബാരി ദോബ് എന്ന് പറയുമ്പോൾ ബിയാസ് രവി ഈ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ്. താഴോട്ട് വരുമ്പോൾ നമുക്ക് സത്ലജിനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ശരിക്കും പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇങ്ങനെയാണ് ടെക്സ്റ്റിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴത്തെ സ്പെസിഫിക്കേഷനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. ബിയാസ് രവി എന്നീ നദികൾക്കിടയിലെ ദോബിനെയാണ് ബാരി ദോബ്. ഏറ്റവും അവസാനം നമുക്ക് പഠിക്കേണ്ടത് ബിസ്ത് ജലന്ധർ. ബിയാസിനും സത്ലജിനും ഇടയിലുള്ള ഈ ഓറഞ്ച് മാർക്ക്, ഇത് ബിയാസ് ആണ് ഞാൻ വരച്ചത്. ബിയാസ് ആരിലേക്ക് എത്തിപ്പെടുന്നു? സത്ലജിലേക്ക് എത്തിച്ചപ്പെടുന്നു. ഈ ഒരു പ്രദേശത്തെയാണ് ബിസ്ത് ജലന്ധർ ദോബായിട്ട് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഇതിന്റെ വടക്ക് പടിഞ്ഞാറൻ ഉത്തര മഹാസമുദ്രത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം നമ്മൾ പറയുന്ന പഞ്ചാബ് ഹരിയാന സമതല പ്രദേശത്തിനെ പ്രധാനമായിട്ടും 5 ദോബുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആ 5 ദോബുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ബിസ്ത് ജലന്ധർ ദോബ്, ബാരി ദോബ്, രചന ദോബ്, ചാജ് ദോബ്, സിന്ധു സാഗർ ദോബ്. ഏറ്റവും വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ദോബ് ഏതാണ്? സിന്ധു സാഗർ ദോബ്. ഏറ്റവും കിഴക്കൻ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ദോബ് ഏതാണ്? ബിസ്ത് ജലന്ധർ ദോബുമാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ആവർത്തിക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു മേഖലയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. പുരാണ ഗംഗ എന്ന പദം ഇന്ത്യയിലെ ഏത് ഭൗതിക ഭൂപ്രകൃതി പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വലിയ ഇന്ത്യൻ മരുഭൂമി, ഇന്ത്യൻ പർവ്വതനിരകളുടെ താഴ്വാരങ്ങൾ, വിന്ധ്യ കൈമൂർ ഉയർന്ന പ്രദേശം, കിഴക്കൻ ഘട്ടം. ഈ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ പുരാണ ഗംഗ എന്ന് പറയുന്ന പദം ഈ തന്നിട്ടുള്ളതുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു ജോഗ്രഫിക്കലി ഒരു ആൻസറിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇതിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൻസർ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പർവ്വതനിരകളുടെ താഴ്വാരങ്ങളായിരിക്കും എടുക്കുന്ന. കാരണം ഇന്ത്യയുടെ പർവ്വതനിരം എന്ന് ഉദ്ദേശിക്കുന്ന ഉത്തര പർവ്വത മേഖല ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. ഉത്തര പർവ്വത മേഖല ഇന്ത്യയുടെ ഏറ്റവും വടക്കൻ ഭാഗത്ത് മടക്ക് പർവ്വതമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഉത്തര പർവ്വത മേഖല. ആ ഉത്തര പർവ്വത മേഖലയുടെ ഹിമാലയത്തിന്റെ വടക്കൻ ഭാഗമായിട്ടുള്ള ഹിമാദ്രിയിൽ വച്ചാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ആ ഗംഗാ നദിയും പിന്നെ ഗംഗയുടെ പോഷക നദികളൊക്കെ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ മണ്ണും അവസാദവും കൊണ്ട് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഇന്ത്യൻ പർവ്വതനിരകളുടെ താഴ്വാരങ്ങൾ എന്ന് പറയുന്ന. ഗംഗയും യമുനയും മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു പടിഞ്ഞാറൻ ഭാഗത്ത് നമുക്ക് ആരെയും കാണാൻ കഴിയുന്നുണ്ട്? സിന്ധു നദിയും സിന്ധുവിന്റെ പോഷക നദികളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് അതുപോലെ തന്നെ ബ്രഹ്മപുത്ര കഴിഞ്ഞിട്ട് വരുന്ന സമതല പ്രദേശം, ആസാം സമതല പ്രദേശം രൂപം കൊള്ളാൻ കാരണം ബ്രഹ്മപുത്രയാണ്. ആസാം സമതല പ്രദേശവും നമുക്ക് ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട പ്രദേശങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ട് ഇവിടെ ഉത്തരപർവ്വത മേഖല രൂപം കൊള്ളുകയും അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല മടക്കുകളായിട്ട് രൂപം കൊള്ളുകയും ആ മടക്കുകളായിട്ട് രൂപം കൊള്ളുന്നതിന്റെ ഫലമായിട്ട് രൂപാന്തരപ്പെട്ട നദികളുടെ നിക്ഷേപണ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പറഞ്ഞ ഉത്തര മഹാസമതലം രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു പുരാണ ഗംഗ എന്ന് പറയുന്ന പദം അവിടെ നമുക്ക് എടുക്കാൻ കഴിയില്ല. കാരണം ഇത് കുറച്ചും കൂടി റീസെന്റ് ആയിട്ട് അല്ലെ രൂപാന്തരപ്പെട്ടതാണ്. ഹിമാലയം തന്നെ ലോകത്തിലെ ഏറ്റവും യുവത്വ ഘട്ടത്തിലുള്ള ഒരു പർവ്വതമാണ്. റീസെന്റ് 64 ദശലക്ഷം വർഷം എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അവിടുത്തെ നദികൾ പിന്നീടാണ് രൂപാന്തരം കൊള്ളുന്നതും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അവർ ആൻസർ കൊടുത്തിരിക്കുന്നത് വിന്ധ്യ കൈമൂർ ഉയർന്ന പ്രദേശം എന്നാണ്. ഈ വിന്ധ്യ കൈമൂർ എന്ന് പറയുന്നത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും വടക്കൻ ഭാഗമാണ്. ശരിക്കും ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് 2 ആയിട്ട് തിരിക്കുന്നുണ്ട്.
ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കൻ ഭാഗത്തെയാണ് മധ്യ ഉന്നത തടം എന്ന് നമ്മൾ പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഡെക്കാൻ പീഠഭൂമി എന്നും പറയുന്നത്. ഈ മധ്യ ഉന്നത തടത്തെ നമുക്ക് വീണ്ടും അവിടെ എന്താണ് പല പർവ്വത നിരകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ പല പർവ്വത നിരകൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പല പ്ലേറ്റ്യൂസും പല പീഠഭൂമിയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇതൊരു അഗ്നിപർവ്വത സ്ഫോടന ഫലമായി രൂപാന്തരപ്പെട്ട് മാഗ്മ തണുത്തു കൂളിങ്ങിന് വിധേയമായി തണുത്തുറഞ്ഞു രൂപാന്തരപ്പെട്ട പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കൻ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അതുപോലെ തന്നെ മധ്യ ഉന്നതതടത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വിന്ധ്യ സത്പുര പർവ്വത നിരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മധ്യ ഉന്നതതടത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മാൾവ പീഠഭൂമിയുമാണ്. അപ്പൊ ഇത് അത്രയും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. മധ്യ ഉന്നതതടവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും ഫാക്ടുകൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. മധ്യ ഉന്നതതടത്തിന്റെ കിഴക്കൻ ഭാഗം ഛോട്ടാ നാഗ്പൂർ, വിന്ധ്യ സത്പുര. ഈ വിന്ധ്യ ശരിക്കും വിന്ധ്യയുടെ ഭാഗമായിരുന്നിരിക്കാം, ഒരു കാലഘട്ടത്തിൽ വിന്ധ്യയുടെ ഭാഗമായതായിരിക്കാം മാൾവ എന്നും പറയുന്നുണ്ട്. അപ്പൊ മാൾവ പീഠഭൂമി അങ്ങനെ വരുന്നുണ്ട്. ഇനി ഈ പറയുന്ന പുരാണ ഗംഗ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിന്ധ്യ കൈമൂർ ഉയർന്ന പ്രദേശത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ ജോഗ്രഫിക്കലി ഗംഗയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പ്രദേശത്തിന്. പക്ഷേ ഈ മാൾവ പീഠഭൂമിയിൽ വച്ച് ഉത്ഭവിക്കുന്ന, ഉപദ്വീപീയ പീഠഭൂമിയിൽ വെച്ച് ഉത്ഭവിക്കുന്ന ചില നദികൾ ഗംഗയ്ക്കോ അല്ലെങ്കിൽ യമുനയ്ക്കോ പോഷക നദിയായിട്ട് വരുന്നുണ്ട്. അവയുടെ ഒരു നീർച്ചാൽ വ്യവസ്ഥയുമായി നോക്കുമ്പോൾ, ഡ്രൈനേജുമായി നോക്കുമ്പോൾ ഒരു കണക്റ്റിംഗ് ഫാക്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് പറഞ്ഞതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനും ഒരു ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻ ആണ്, മീൻസ് ഒരു കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പരിശോധിക്കുമ്പോൾ നമുക്ക് വിന്ധ്യ കൈമൂർ ഉയർന്ന പ്രദേശമാണ് അവർ നൽകിയിരിക്കുന്നത്. ആ ഒരു പ്രദേശത്ത് ഗംഗയ്ക്ക് മുന്നേ രൂപാന്തരപ്പെട്ട പ്രദേശം എന്നുള്ള രീതിയിൽ നമുക്കത് എടുക്കാവുന്നതുമാണ്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി കിഴക്കൻ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. മാൾവ, വിന്ധ്യാചൽ, കണ്ടോ, ഒന്നായിട്ടാണ് മാൾവ വിന്ധ്യാചൽ കൊടുത്തിരിക്കുന്നത്. വിന്ധ്യയുടെ താഴെയായിട്ടാണ് സത്പുര വരുന്നത്. വിന്ധ്യയുടെ ഈ കിഴക്കൻ ഭാഗത്തായിട്ടാണ് കൈമൂർ പർവ്വതനിരയും വരുന്നത്. ഈ മാൾവ പീഠഭൂമിയിൽ വെച്ച് യമുനയുടെ പ്രധാനപ്പെട്ട പോഷക നദികളായിട്ടുള്ള ചമ്പൽ, ബെത്വ, കെന്, അതുപോലെ സിന്ധ്, ചമ്പൽ, ബെത്വ, കെൻ, സിന്ധ്, ഇവരൊക്കെ യമുനയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഇവരൊക്കെ തന്നെ വടക്ക്, ശരിക്കും പറഞ്ഞാൽ ഇവർ ഒഴുകുന്ന ഡയറക്ഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, താഴത്തെ ഭാഗം തെക്കാണ്, ഈ ഭാഗം പടിഞ്ഞാറ്, ഇവിടെ വടക്കാണ്, ഇവിടെ കിഴക്കാണ്. ശരിക്കും ഈ ഒരു ഡയറക്ഷൻ തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്ക് ഡയറക്ഷനിലേക്ക് ഒഴുകുന്ന നദികളാണ്. നേരെ തെക്ക് വടക്കായിട്ടല്ല ഒഴുകുന്നത്, തെക്ക് പടിഞ്ഞാറ് നിന്ന് വടക്ക് കിഴക്ക് ഡയറക്ഷനിലേക്ക് ഒഴുകി യമുനയിലേക്ക് വന്നു പതിക്കുന്ന നദികളാണ്. കണ്ടോ, അപ്പം മാൾവ പീഠഭൂമിയിൽ വെച്ച് ഉത്ഭവിക്കുന്ന ചില നദികൾ യമുനയുടെ പോഷക നദികളാണ്. ഈ ഒരു പ്രദേശത്തിന്റെ സ്ലോപ്പ്, ആ പ്രദേശത്തിന്റെ ഒരു സ്ലോപ്പ് കാരണമാണ് ആ നദികൾ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് നിന്നും വടക്ക് കിഴക്ക് മുകളിലോട്ട് ഇങ്ങനെ വടക്കോട്ട് ഒഴുകുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നത്. മധ്യ ഉന്നതതടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഒരു ശരാശരി ഉയരം എന്ന് പറയുന്നത് 700 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മധ്യ ഉന്നതതടത്തിന്റെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പടിഞ്ഞാറൻ ഭാഗമായിട്ട് എത്തുന്നത് ആരവല്ലി പർവ്വത നിരകളാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് മാൾവ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ആരവല്ലി പർവ്വത നിരകൾ. പൂർണ്ണമായിട്ടും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി നമ്മൾ പൂർണ്ണമായിട്ടും ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്താകെ നമുക്ക് ബ്ലോക്ക് മൗണ്ടെയിൻ, ഖണ്ഡ പർവ്വതങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആരവല്ലി എന്ന് പറയുന്നത് ഒരു മടക്ക് പർവ്വതം കൂടിയാണ്. പക്ഷേ ആരവല്ലി ഒരു മടക്ക് പർവ്വതമാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മടക്ക് പർവ്വതമാണ്. ആരവല്ലിയുടെ പല ഭാഗങ്ങളും ചൂടിന്റെ ഫലമായിട്ട്, കാറ്റിന്റെ ഫലമായിട്ട്, അതുപോലെ തന്നെ മഴയുടെ ഫലമായിട്ടൊക്കെ തന്നെ അത് പൊട്ടിപ്പൊടിഞ്ഞ് ദ്രവിച്ചു പോയി. അതായത് അതിന് ഡിനുഡേഷൻ എന്ന് പറയുന്നതിന് സംഭവിച്ചു.
അപ്പൊ ഇന്ത്യയിലെ ഒരു അവശിഷ്ട പർവ്വതമായിട്ട് മാറിയിരിക്കുകയാണ്. പല ഭാഗങ്ങളും പൊട്ടിപ്പൊടിഞ്ഞ് നാമാവശേഷമായതുപോലെയാണ് നമുക്ക് ആരവല്ലിയെ കാണാൻ കഴിയുന്നത്. ഈ ആരവല്ലി ശരിക്കും മാൾവ പീഠഭൂമിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ മാൾവ പീഠഭൂമിയുടെ ഏറ്റവും പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് നമ്മുടെ ഗുജറാത്ത്, അതുപോലെ തന്നെ രാജസ്ഥാൻ, കൂടുതൽ ഭാഗവും രാജസ്ഥാനിലാണ് നമുക്ക് ആരവല്ലിയെ കാണാൻ കഴിയുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഒപ്പം തന്നെ ഹരിയാനയിലേക്ക് പോകുന്നുണ്ട്. ഡൽഹി വരെ, ഡൽഹിയിലേക്ക് അങ്ങ് കടന്നു പോകുന്നില്ല, ഡൽഹി വരെ വന്ന് നിൽക്കുന്നു. അത്രയും ഭാഗത്തായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു അവശിഷ്ട പർവ്വതമാണ്. എങ്ങനെയുള്ള അവശിഷ്ട പർവ്വതമാണ്? മടക്ക് അവശിഷ്ട പർവ്വതമാണ് ആരവല്ലി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു അവശിഷ്ട പർവ്വതമായിട്ട്, മടക്ക് പർവ്വതമായിട്ട് നമുക്ക് പറയാവുന്നത് ആരവല്ലിയാണ്. ഹിമാലയത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ യങ് ഫോൾഡ് ആണ്, യുവത്വ ഘട്ടത്തിലുള്ള ഒരു മടക്ക് പർവ്വതമാണ്. ഇന്ത്യയിലെയും ലോകത്തിലെയും യുവത്വ ഘട്ടത്തിലുള്ള ഒരു മടക്ക് പർവ്വതമാണ് ഹിമാലയം എങ്കിൽ ആരവല്ലി ഏറ്റവും പഴക്കം ചെന്നതാണ്. ഒപ്പം തന്നെ നമുക്ക് ഗണ്ഡപർവ്വതങ്ങളൊക്കെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ മാൾവ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ആരവല്ലിയാണ് വരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടുത്തെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം വളരെ കുറവാണ്, 700 മീറ്റർ. സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിൽ എന്ന് പറയുമ്പോൾ അത് വളരെ കുറവാണ്. നമുക്ക് ട്രാൻസ് ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ, സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്ററോളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഇവിടെ ഹിമാലയത്തിലേക്ക് വരുമ്പോഴോ അവിടെ നമുക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 6000 മീറ്റർ, നിലവിൽ 6100 മീറ്റർ എന്ന് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത്രയും ഉയരമുണ്ടെങ്കിൽ നോക്കി, ഇത് വളരെ ചെറിയ ഉയരമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഈ സത്പുര പർവ്വതനിരയാണ് മധ്യ ഉന്നതതടത്തിന്റെ തെക്കേ അതിർത്തി. വിന്ധ്യ സത്പുര പർവ്വതനിരകൾ ഒരു കാലഘട്ടത്തിൽ ഒരൊറ്റ പർവ്വത നിരകളായിരുന്നു. പക്ഷെ അവ എന്ത് ചെയ്തു? അടർന്നു മാറുന്നു. അതിന്റെ ഫലമായിട്ട് ഈ രണ്ട് പർവ്വതനിരകൾക്കിടയിലായിട്ട് ഒരു ഫ്രംശ താഴ്വര രൂപം കൊണ്ടു. ആ ഫ്രംശ താഴ്വരയിൽ കൂടി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദ നദി എന്ന് പറയുന്നത്. ആരവല്ലിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു നദിയുടെ പേര് കൂടി കൂട്ടിച്ചേർക്കണം. അതാണ് ആരവല്ലിയിൽ വെച്ച് ഉത്ഭവിക്കുന്ന നദിയാണ് സബർമതി. സബർമതി പടിഞ്ഞാറോട്ട് ഒഴുകി റാൻ ഓഫ് കച്ചിൽ വന്ന് അറബിക്കടലിൽ പതിക്കുന്നു. മാഹി റിവർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാഹിയും റാൻ ഓഫ് കച്ചിൽ പതിക്കുന്ന ഒരു ചെറിയ റിവർ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതുപോലെ തന്നെ മധ്യ ഉന്നതതടത്തിന്റെ തെക്കൻ ഭാഗം എന്ന് പറയുന്നത് മധ്യ ഉന്നതതടത്തിന്റെ തെക്കൻ ഭാഗം എന്ന് പറയുന്നത് ത്രികോണ ആകൃതിയിലുള്ള ഡെക്കാൻ പീഠഭൂമിയാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യ ഉന്നതതടമാണ്, അല്ലെങ്കിൽ വിന്ധ്യ സത്പുര പർവ്വതനിരയാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്പെസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ സത്പുര പർവ്വതനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തി. ഈ സത്പുര ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമല്ല, മധ്യ ഉന്നതതടത്തിന്റെ ഭാഗമാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, വൻ തോതിലുള്ള അപരദനം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വിധേയമാകപ്പെട്ട ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ അവശിഷ്ട പർവ്വതങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. തുടർച്ച നഷ്ടപ്പെട്ട് പൊട്ടിപ്പൊടിഞ്ഞ് ഡിനുഡേഷൻ എന്ന് പറയുന്നതിലേക്ക് വിധേയമാകപ്പെട്ട് പല ഭാഗങ്ങളും അടർന്ന് നശിച്ച് ഡിനുഡേഷൻ സംഭവിച്ച് രൂപാന്തരപ്പെട്ട ഒരു പ്രദേശമാണ് മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടു ആരവല്ലി നമുക്ക് പറയാം. വിന്ധ്യ പർവ്വതത്തിന് സമാന്തരമായി സത്പുര പർവ്വതനിര കാണപ്പെടുന്നു. മധ്യ ഉന്നതതടത്തിൽ ഒരു പ്രധാനപ്പെട്ടതാണ് വിന്ധ്യ സത്പുര. സത്പുരയുടെ ഉയരം എന്ന് പറയുന്നത് 600-നും 900 മീറ്ററിനും ഇടയിലായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പ്രധാനമായിട്ട് ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഈ ഇത്രയും സംസ്ഥാനങ്ങളിലായിട്ടാണ് വിന്ധ്യം സത്പുര പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്നത്. സത്പുരയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട രണ്ട് നദികളാണ്. ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നർമ്മദ റിവർ. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് സത്പുര മലനിരകളിലെ മൈക്കാല മലനിരകളിൽ വെച്ചാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരാൾ കൂടിയാണ് നർമ്മദയുടെ ഇരട്ട എന്ന് വിശേഷിപ്പിക്കുന്ന തപി അല്ലെങ്കിൽ താപ്തി റിവറും സത്പുരയിൽ വെച്ചാണ് ഉത്ഭവിക്കുന്നത്. ഈ രണ്ട് നദികളും പടിഞ്ഞാറോട്ട് ഒഴുകി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അമർകണ്ടക് പീഠഭൂമി സത്പുരയുടെ ഭാഗമാണ്.
ഈ പറയുന്ന സത്പുരയുടെ ഭാഗമായിട്ട് വരുന്ന അമർകണ്ടക പീഠഭൂമിയിൽ വെച്ചാണ് നർമ്മദയുടെ ഉത്ഭവം. അതിനുശേഷം നർമ്മദ വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്നു. ഇന്ത്യയിൽ ഒരൊറ്റ നദി മാത്രമാണ് ഫ്രഞ്ച് താഴ്വരയിൽ കൂടി ഒഴുകുന്നത്. ഈ അമർകണ്ടക പീഠഭൂമി പറയുമ്പോൾ ഒരു നദിയുടെ പേര് കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അത് സോൺ എന്ന് പറയുന്ന റിവർ ആണ്. സോൺ ആരുടെ പോഷക നദിയാണ്? ഗംഗയ്ക്ക് ഉപദ്വീപീയ പീഠഭൂമിയിൽ വെച്ച് ഒരൊറ്റ പോഷക നദിയെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതാണ് സോൺ എന്ന് പറയുന്നത്. സോണിന്റെ ഉത്ഭവം നമുക്ക് കാണാൻ കഴിയുന്നത് അമർകണ്ടക പീഠഭൂമിയിൽ വെച്ചാണ് കാണുന്നത്. നേരത്തെ നമ്മൾ യമുനയുടെ കേസ് പറഞ്ഞപ്പോൾ യമുനയ്ക്ക് നമ്മൾ കണ്ടു ഉപദ്വീപീയ പീഠഭൂമിയിൽ വെച്ച് രൂപം കൊണ്ട് അല്ലെങ്കിൽ മാൾവ പീഠഭൂമിയിൽ വെച്ച് രൂപം കൊണ്ട് യമുനയിലേക്ക് എത്തിച്ചേരുന്ന യമുനയുടെ ഉപദ്വീപിയൻ പോഷക നദികൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ് ചമ്പൽ, ബദ്വ, കെൻ, സിന്ധ്. പക്ഷേ ഇവര് ചമ്പൽ ആയിക്കോട്ടെ, ബദ്വ, കെൻ, സിന്ധ് ആയിക്കോട്ടെ നേരിട്ട് ഗംഗയിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല, യമുനയിലേക്കാണ് എത്തുന്നത്. സോൺ എന്ന് പറയുന്നത് നേരിട്ട് ഗംഗയിലേക്കാണ് എത്തുന്നത്. അപ്പൊ ഗംഗയ്ക്ക് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും പോഷക നദികൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി സത്പുരയുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്നത് മധ്യപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമായ പഞ്ച് മാർഹിയാണ് സത്പുരയുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്നത്. അസിർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്നത് സത്പുര മലനിരകളിലാണ്. അസിർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്നത്. ഡെക്കാനിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശിലെ അസിർഗഡ് ചുരമാണ് ഡെക്കാനിലേക്കുള്ള പ്രവേശന കവാടം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്ന് ചോദിച്ചാലും അസിർഗഡ് ചുരമാണ്. അസിർഗഡ് സത്പുരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഡെക്കാനിലേക്കുള്ള പ്രവേശന കവാടമാണ്. അതുപോലെ നർമ്മദ താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അസിർഗഡ് ചുരം എന്ന് പറയുന്നത്. ഇനി സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ധൂബ്ഗാർഹ്. അല്ലെങ്കിൽ സത്പുരയുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ധൂബ്ഗാർഹ് ആണ്. അത് മധ്യപ്രദേശിലാണ്. 1350 മീറ്റർ ആണ് ഉയരം. 7 പർവ്വതനിരകളുടെ അല്ലെങ്കിൽ 7 പർവ്വതങ്ങളുടെ നിര എന്നാണ് സത്പുര. സത്ത് നമുക്കറിയാം, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സത്പുര എന്ന വാക്കിന്റെ അർത്ഥം. ഇനി വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലാണ് മൈക്കാല നിരകൾ വരുന്നത്. വിന്ധ്യ സത്പുര നിരകൾ ഖണ്ഡ പർവ്വതങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. നേരത്തെ പറഞ്ഞല്ലോ പെൻസിലാർ പ്ലേറ്റ്യൂസുമായി ബന്ധപ്പെട്ട് ഖണ്ഡ പർവ്വതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ വിന്ധ്യ സത്പുര പർവ്വത നിരകൾ, ഇത് വിന്ധ്യ, ഇത് സത്പുര, ഇവർക്കിടയിലായിട്ടാണ് മൈക്കാല മലനിരകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മൈക്കാല മലനിരകൾ വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലായിട്ടാണ്. ഈ സത്പുരയുടെ കിഴക്കൻ വിന്ധ്യ സത്പുര പർവ്വതനിരകൾ വിന്ധ്യ സത്പുര പർവ്വതനിരകൾക്കിടയിലായിട്ടാണ് മൈക്കാല നിരകൾ വരുന്നത്. കൈമൂർ ഹിൽ എന്ന് പറയുന്നത് വിന്ധ്യയുടെ കിഴക്കൻ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി വ്യവസായ കേന്ദ്രം എവിടെയാണ്? ആൻസർ തന്നിട്ടുണ്ട്, മുംബൈ ആണ് പരുത്തി തുണി വ്യവസായ കേന്ദ്രം. ഈ പരുത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മണ്ണ്, നമ്മൾ നേരത്തെ ലാട്രൈറ്റ് മണ്ണിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ പരുത്തിയുമായി ബന്ധപ്പെടുത്തി ഓർക്കേണ്ട മണ്ണാണ് കറുത്ത മണ്ണ് എന്നറിയപ്പെടുന്നത്. കറുത്ത മണ്ണ് നമ്മുടെ അഗ്നിപർവ്വത സ്ഫോടന ഫലമായി രൂപാന്തരം കൊള്ളുന്ന പ്രദേശങ്ങളിലാണ് നമുക്ക് പൊതുവെ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. പക്ഷെ അപ്പൊ പെൻസിലാർ പ്ലേറ്റു ഉപദ്വീപീയ പീഠഭൂമിയുടെ എല്ലാ പ്രദേശങ്ങളിലും കറുത്ത മണ്ണ് ഒരുപോലെ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട്, അതായത് പ്രധാനമായിട്ടും മഹാരാഷ്ട്രയുടെ ഭാഗങ്ങളിലാണ് കൂടുതലും നമുക്ക് കറുത്ത മണ്ണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പ്രദേശത്തെയാണ് നമ്മൾ ഡെക്കാൻ ട്രാപ്പ് റീജിയൻ എന്നറിയപ്പെടുന്നത്. അതെന്തുകൊണ്ട് അവിടെ കാണുന്നു എന്ന് ചോദിച്ചാൽ, അഗ്നിപർവ്വത സ്ഫോടന ഫലമായിട്ട് മാഗ്മ പുറത്തു വന്ന് തണുത്തുറയുമ്പോൾ പല രീതിയിലുള്ള ശിലകൾ രൂപം കൊള്ളാറുണ്ട്. അതിലൊന്നാണ് ബസാൾട്ട് എന്ന് പറയുന്നത്.
ഈ ബസാൾട്ട് എന്ന് പറയുന്ന ശിലയ്ക്ക് വിഘടനം സംഭവിച്ച് അത് പൊട്ടിപ്പൊടിഞ്ഞ് അതിൽ ജൈവ ഘടകങ്ങളും അല്ലെങ്കിൽ ഹ്യൂമിസ് കണ്ടന്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ, ജൈവാവശിഷ്ടങ്ങൾ കൂടി ചേരുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? കറുത്ത മണ്ണായിട്ട് മാറുന്നു. അപ്പൊ ഈ കറുത്ത മണ്ണുമായി ബന്ധപ്പെടുത്തി എപ്പോഴും മനസ്സിലേക്ക് ഓർക്കേണ്ട ഒരു ശിലയാണ് ബസാൾട്ട് എന്ന് പറയുന്ന ശില. അത് കൂടുതലും ഈ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഡെക്കാൻ ട്രാപ്പ് റീജിയണിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ടാണ് അത് പിന്നീട് പൊട്ടിപ്പൊടിഞ്ഞ് അത് ജൈവ അവശിഷ്ടങ്ങൾ കൂടി ആഡ് ആയതിന്റെ ഫലമായിട്ടാണ് കറുത്ത മണ്ണായിട്ട് മാറിയിരിക്കുന്നത്. ഇനി മുംബൈ പോർട്ട്, കോട്ടൺ പോർട്ട് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കോട്ടൺ കയറ്റുമതി ചെയ്യുന്ന ഒരു തുറമുഖം കൂടിയാണ് മഹാരാഷ്ട്രയിലെ മുംബൈ പോർട്ട്. പരുത്തിയെ കുറിച്ച് പറയുമ്പോൾ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് വെച്ചാൽ കറുത്ത മണ്ണ് നമുക്ക് പറയാം. ഒപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്കൽ മണ്ണും കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ആൻസർ കറുത്ത മണ്ണാണ്. ഒരു നാര് വിളക്കാണ് അല്ലെങ്കിൽ നാര് വിളയായിട്ടാണ് നമ്മൾ പരുത്തി കൃഷി ചെയ്യുന്നത്. പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 1ാം സ്ഥാനമാണ്. ഇന്ത്യയും ചൈനയുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്ന രാജ്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി ഏറ്റവും നല്ലൊരു ചോദ്യം നമ്മുടെ PSC ചോദിക്കാറുണ്ട്, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ചോദിക്കാറുണ്ട്. ഒന്നാമതായിട്ട് മഞ്ഞുവീഴ്ച ഇല്ലാത്ത വളർച്ചാ കാലം. ഇതിന്റെ ഗ്രോത്തിങ് സ്റ്റേജ് നമുക്ക് പരിശോധിക്കുമ്പോൾ ഒരു മഞ്ഞുവീഴ്ച ഇല്ലാത്ത കാലഘട്ടമാണ് ഇതിന് ഏറ്റവും നല്ലത്. അതുപോലെ താപനില അത്യാവശ്യം കൂടുതലാണ്. 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ലഭിക്കുന്ന പ്രദേശങ്ങളിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ഇനി വാർഷിക വർഷപാതം, മഴയെ കുറിച്ച് പറയുമ്പോൾ വലിയ അളവിലൊന്നും മഴ വേണ്ട. ഈ ഒരു പ്രദേശത്ത് മഹാരാഷ്ട്ര റീജിയനിൽ അത്യാവശ്യം മൺസൂൺ ലഭിക്കുന്നതാണ്. ഇന്ത്യയുടെ മധ്യഭാഗങ്ങളിലൊക്കെ തന്നെ ഇത് കൃഷി ചെയ്യപ്പെടുന്നുമുണ്ട്. കാരണം ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതം മതി. ഉയർന്ന താപനിലയും മഴയും 210 മഞ്ഞുരഹിത ദിനങ്ങളും സൂര്യപ്രകാശവും പരുത്തിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഈ പോയിന്റ് ഇതുപോലെ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ. അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഉയർന്ന താപനിലയും മഴയും 210 മഞ്ഞുരഹിത ദിനങ്ങളും സൂര്യപ്രകാശവും പരുത്തിയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് എന്നൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് പരുത്തി കൃഷി ചെയ്യുന്നത്? ഒന്ന് ഡെക്കാൻ ട്രാപ്പ് റീജിയൻ, അതായത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗമായിട്ട് വരുന്ന പ്രദേശങ്ങൾ. കൂടാതെ പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെ ചില വടക്ക് പടിഞ്ഞാറൻ അവിടെ ചില ഭാഗങ്ങൾ, ഈ രാജസ്ഥാന്റെ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ഇന്ത്യയുടെ തെക്കൻ ഭാഗത്തേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് ഇവിടെയും നമുക്ക് പരുത്തി കൃഷി കാണാവുന്നതാണ്. അടുത്തത് കൊങ്കൺ തീരത്തെ ഇന്ത്യയിലെ മറ്റ് തീരദേശ സമതലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രത്യേക ഭൂപ്രകൃതി സവിശേഷതയ്ക്ക് പ്രധാന കാരണം എന്താണ്? നമ്മുടെ കൊങ്കൺ തീരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തീര സമതല പ്രദേശത്തെ നമുക്ക് രണ്ടായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഒന്ന് പടിഞ്ഞാറൻ തീര സമതലവും മറ്റൊന്ന് കിഴക്കൻ തീര സമതലം എന്നിങ്ങനെ രണ്ടായിട്ട് ഇന്ത്യയുടെ തീരപ്രദേശത്തെ അല്ലെങ്കിൽ തീരദേശ സമതലത്തെ നമ്മൾ തിരിക്കുന്നുണ്ട്. ഈ കൊങ്കൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി എന്താ ചോദ്യം? കൊങ്കൺ തീരത്തെ ഇന്ത്യയിലെ മറ്റ് തീരദേശ സമതലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രത്യേക ഭൂപ്രകൃതി സവിശേഷതയ്ക്ക് പ്രധാന കാരണം എന്താണ്? ഒന്ന്, ഓപ്ഷൻ എ, വ്യാപകമായ ലാട്രൈറ്റ് നിക്ഷേപങ്ങളുടെ സാന്നിധ്യം, അവസാദ ശിലാരൂപങ്ങളുടെ ആധിപത്യം, പശ്ചിമഘട്ടത്തിന്റെ ഭൂരൂപശാസ്ത്രത്തിന്റെ സ്വാധീനം, പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന തിരമാലകൾ. എന്തായിരിക്കും? അതായത് ഇത് പശ്ചിമഘട്ടത്തിന്റെ ഭൂരൂപശാസ്ത്രത്തിന്റെ സ്വാധീനം കൊങ്കണിനെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് പറയാം. അതായത് ഈ കൊങ്കൺ സിസ്റ്റം നമുക്ക് പരിശോധിക്കുമ്പോഴേ കൊങ്കൺ ശരിക്കും മഹാരാഷ്ട്രയുടെ, ഗുജറാത്തിന്റെ തെക്കൻ ഭാഗം തൊട്ട് മഹാരാഷ്ട്രയുടെ ഭാഗം തൊട്ടാണ് നമുക്ക് കൊങ്കൺ ഭാഗം കാണാൻ കഴിയുന്നത്. ഈ പറയുന്നത് കൊങ്കൺ തീരം, ഇത് കൊങ്കൺ തീരം. കൊങ്കണിന്റെ ഈ കിഴക്കൻ ഭാഗത്തായിട്ട് നമുക്ക് പശ്ചിമഘട്ട മലനിരകൾ കാണാം. ഈ കൊങ്കൺ തീരം വളരെ വീതി ഭയങ്കര കുറവാണ്, ഇടുങ്ങിയ ഒരു പ്രദേശമാണ്. നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം നമുക്ക് പരിശോധിച്ചാലേ വീതി
കിഴക്കൻ സമതലത്തേക്കാൾ ഒരുപാട് കുറവാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും കുറവെന്ന് പറയുന്നത് ഈ കൊങ്കൺ പ്രദേശത്ത് വീതി കുറവാണ്. അതിന് കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ പശ്ചിമഘട്ടത്തിന്റെ ഭൂരൂപശാസ്ത്രത്തിന്റെ സ്വാധീനം കൊങ്കണിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് പറയേണ്ടത്. ഇനി ഈ പശ്ചിമതീര സമതലത്തെ കുറിച്ച് നോക്കിയിട്ട് കൊങ്കണിലേക്ക് വരാം. അറേബ്യൻ കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ ഗുജറാത്തിലെ കച്ച് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയുള്ള ഭാഗമാണ് പശ്ചിമ തീര സമതലമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. എവിടെയാണ്? ഗുജറാത്തിലെ കച്ച് മുതൽ ഇനി തമിഴ്നാടിലെ കന്യാകുമാരി വരെ നീണ്ടു നിവർന്ന് 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന തീരദേശമാണ് പശ്ചിമ തീര സമതലം. ഈ പശ്ചിമ തീര സമതലവും പൂർവ്വ തീര സമതലവും തമ്മിൽ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ പശ്ചിമ തീര സമതലത്തിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീതി താരതമ്യേന കുറവാണ്. ഇവിടുത്തെ വീതി ചിലയിടങ്ങളിൽ 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ അത്ര മാത്രമേ വീതിയുള്ളൂ. വളരെ കുറവാണ്. ഒരു ഇടുങ്ങിയ ഒരു പ്രദേശമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ പശ്ചിമ തീര സമതലം എന്ന് പറയുന്നത് താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശം എന്ന് പറയുന്നത് കടലിലേക്ക് മുങ്ങിത്താഴ്ന്ന് കിടക്കുകയാണ്. ഇങ്ങനെ ഞാൻ കൈ വച്ചിരിക്കുന്ന പോലെ മുങ്ങിത്താഴ്ന്ന് കിടക്കുന്നു. ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലം എന്ന് പറയുന്നത്, അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത്, വൻകര തറ എന്ന് പറയുന്ന കിഴക്കൻ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിന്റെ ഫലമായിട്ട് കിഴക്കോട്ടൊഴുകുന്ന നദികൾ, മഹാനദി കിഴക്കോട്ടൊഴുകുന്നുണ്ട്. ഗോദാവരി, കൃഷ്ണ, കാവേരി, അതുപോലെ തന്നെ ഗംഗയും ബ്രഹ്മപുത്രയും ഒക്കെ തന്നെ കിഴക്കോട്ടൊഴുകി ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന നദികളാണ്. കിഴക്കൻ തീരപ്രദേശം എന്ന് പറയുന്നത് സമുദ്ര തറയേക്കാൾ ഉയർന്നു നിൽക്കുമ്പോൾ ഈ നദികൾക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഒഴുകി സമുദ്രത്തിലേക്ക് പതിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ, അത് ഗംഗയും ബ്രഹ്മപുത്രയും ആയിക്കോട്ടെ, ഒഡീഷയുടെ ദുഃഖം എന്ന് വിശേഷിപ്പിക്കുന്ന മഹാനദി ആയിക്കോട്ടെ, ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖയായിട്ടൊക്കെ പറയുന്ന ഗോദാവരി ആയിക്കോട്ടെ, കൃഷ്ണ ആയിക്കോട്ടെ, കാവേരി ആയിക്കോട്ടെ, ഈ നദികളൊക്കെ തന്നെ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദവും എക്കൽ മണ്ണും ഒക്കെ തന്നെ കിഴക്കൻ തീര സമതലത്തിൽ എത്തുമ്പോൾ നിക്ഷേപിക്കപ്പെടുന്നു. കാരണം ഈ നദികൾക്ക് സ്മൂത്ത് ആയിട്ട് ഒഴുകാൻ പറ്റുന്നില്ല. സമുദ്ര തറയേക്കാൾ വൻകര തറ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഈ പശ്ചിമ തീര സമതലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇത് കടലിലേക്ക് താഴ്ത്തപ്പെട്ട തീരമാണ്. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളായിക്കോട്ടെ വളരെ സ്മൂത്ത് ആയിട്ട് കടലിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഇക്കാരണങ്ങൾ കൊണ്ട് ഈ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദവും എക്കൽ മണ്ണ് നിക്ഷേപിക്കുന്നതിനെ തുടർന്ന് നദി എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് ഇങ്ങനെ നദി പിരിഞ്ഞ് എന്ത് ചെയ്യുന്നു? ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഡെൽറ്റകൾ രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയും, പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ ഡെൽറ്റ രൂപം കൊള്ളുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത് പശ്ചിമതീര സമതലം ഒരു താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ്. അവതലനം, ആ ഒരു വാക്ക് ഓർത്തു വയ്ക്കുക. അവതലനം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ട് അവതലനം പോലുള്ള ഭൗമ പ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇവിടെ തീരദേശത്തെ കര അല്ലെങ്കിൽ നമ്മുടെ കോണ്ടിനെന്റൽ കര താഴ്ന്നു പോവുകയും സമുദ്ര ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ സബ്മർജ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ താഴ്ത്തപ്പെട്ട തീരങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ് പശ്ചിമ തീര സമതലങ്ങൾ എന്ന് പറയുന്നത്. ഈ താഴ്ന്നു പോകൽ പ്രക്രിയയുടെ ഫലമായി നമുക്ക് ഈ പ്രദേശത്തൊക്കെ തന്നെ പ്രകൃതിദത്ത തുറമുഖങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉയർന്നു നിൽക്കുന്ന കിഴക്കൻ ഭാഗത്ത് അവിടെ പ്രകൃതിദത്ത തുറമുഖങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുക എന്നത് പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ത്യയിലെ പശ്ചിമ തീര സമതലത്തിൽ എന്തുകൊണ്ട് പ്രകൃതിദത്ത തുറമുഖങ്ങളുടെ എണ്ണം കൂടുതൽ? എന്തുകൊണ്ട് കിഴക്കോട്ട് അല്ലെങ്കിൽ കിഴക്കൻ തീര സമതലത്തിൽ നദികൾ ഡെൽറ്റ രൂപം കൊള്ളുന്നു, പശ്ചിമ തീരത്തിൽ രൂപം കൊള്ളുന്നില്ല? ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുള്ള ആൻസർ ആണ്
പശ്ചിമ തീര സമതലം ഒരു താഴ്ന്നു പോയ സമതലത്തിന് ഉദാഹരണമാണ്. ഒരു കാലഘട്ടത്തിൽ പശ്ചിമ തീര സമതലത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കപ്പെട്ടിരുന്ന ദ്വാരക പട്ടണം ഇന്ന് കടലിലേക്ക് മുങ്ങിത്താഴ്ന്നു പോയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാന ഒരു ഭൂപ്രദേശത്തിന്റെ ഭാഗം ഈ റാൻ ഓഫ് കച്ചിന്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നായിരുന്നു ഈ ദ്വാരക എന്ന് പറയുന്നത്. അത് ഇന്ന് കടലിലേക്ക് മുങ്ങിത്താഴ്ന്നു പോയ ഒരു അവസ്ഥയിലാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്ന ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി പ്രധാനമായിട്ട് പശ്ചിമതീര സമതലത്തിന്റെ ഉപവിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഈ പശ്ചിമതീര സമതലത്തിനെ പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് കച്ച് കത്തിയവാർ തീരം, അതായത് പശ്ചിമതീര സമതലത്തിന്റെ ഏറ്റവും വടക്കൻ ഭാഗം എന്ന് പറയുന്നത് ഗുജറാത്ത് തീരമാണ്. അതാണ് കച്ച് കത്തിയവാർ തീരം. ഏറ്റവും നടുക്ക് വരുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്ന കൊങ്കൺ തീരം. പശ്ചിമതീര സമതലത്തിന്റെ ഏറ്റവും തെക്കൻ ഭാഗമാണ് കർണാടകത്തിന്റെ ഏറ്റവും തെക്കൻ ഭാഗവും കേരളത്തിന്റെ ഭാഗവുമായിട്ട് വരുന്ന മലബാർ തീരം. പശ്ചിമതീര സമതലത്തിന്റെ പ്രധാനപ്പെട്ട 3 ഉപവിഭാഗങ്ങളാണ് ഇത്. ഇതിൽ പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം എന്ന് പറയുന്നത് കൊങ്കൺ തീരപ്രദേശം. നമ്മുടെ താരതമ്യേന ഇടുങ്ങിയവയും തെക്കും വടക്ക് ഭാഗം, അതായത് മലബാർ കോസ്റ്റും അല്ലെങ്കിൽ മലബാർ തീരവും വടക്ക് വരുന്ന കച്ച് കത്തിവാർ കോസ്റ്റും അല്പം വിസ്തൃതിയുമുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ ഭൂപ്രകൃതിയാണ് അതിന് കാരണം. ഇനി കൊങ്കൺ തീരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുജറാത്ത് തീരസമുദ്രത്തിന്റെ തെക്ക് മുതൽ ദാമൻ ദ്വീപ് മുതൽ ദമാൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന ഒരു തീരസമുദ്രമാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന ഒരു തീരമാണ് കൊങ്കൺ തീരം. കർണാടക പൂർണ്ണമായിട്ടും കൊങ്കൺ തീരമല്ല, കർണാടകയുടെ വടക്കൻ ഭാഗം കൊങ്കൺ തീരമായിട്ടാണ് നമ്മൾ പറയുന്നത്. കർണാടകയുടെ തെക്കൻ തീരം മംഗലാപുരമൊക്കെ വരുന്നത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മലബാർ തീരത്തിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ട് മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശം, ഗുജറാത്തിന്റെ അല്ലെങ്കിൽ ഗുജറാത്ത് കഴിഞ്ഞ് ദാമൻ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്ക് താഴെ തെക്ക് തൊട്ടാണ് നമുക്ക് ഈ കൊങ്കണെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി കൊങ്കൺ തീരത്തിന്റെ ഏകദേശം നീളം ചോദിക്കുകയാണെങ്കിൽ SART പ്രകാരം 500 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടുത്തെ തീരസമതലം നമുക്ക് പരിശോധിക്കുമ്പോൾ ഇടുങ്ങിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് തന്നത്. കൊങ്കൺ തീരത്ത് വരുന്ന പ്രധാനപ്പെട്ട തുറമുഖമാണ് നവശേവ അല്ലെങ്കിൽ നവി മുംബൈ, മർമഗോവ ഈ തുറമുഖങ്ങൾ. അതുപോലെ തന്നെ മാൽപേ മത്സ്യബന്ധന ഹാർബറും കൊങ്കൺ തീരത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അടുത്തത് ഹിമാനികൾ കൊണ്ടിടുന്ന അവസാദങ്ങൾ ഹിമതാഴ്വരയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ഭൂരൂപം ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. ഹിമാനികൾ, അതായത് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത്. നിക്ഷേപണ പ്രവർത്തനമാണ് നടക്കുന്നത്. നദികളുടെ നിക്ഷേപണ പ്രവർത്തന ഫലമായിട്ടാണ് എക്കൽ മണ്ണൊക്കെ രൂപം കൊള്ളുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഹിമാനികൾ കൊണ്ടുവരുന്നു. ഹിമാനികൾ ഉരുകുമ്പോൾ അവ ഇങ്ങനെ ഒഴുകി താഴോട്ട് സമതല പ്രദേശത്തിലേക്ക് മൂവ് ചെയ്യുകയും ഇതിന്റെ ഹിമാനിയുടെ അടിത്തട്ടിൽ ഒട്ടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ പറ്റിപ്പിടിക്കുന്ന ഈ പറയുന്ന ശിലാഘടകങ്ങളും ഒക്കെ തന്നെ താഴോട്ട് അതിനെ അടർത്തി മാറ്റിക്കൊണ്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഹിമാനികൾ കൊണ്ടിടുന്ന അവസാദങ്ങൾ ഹിമതാഴ്വരയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഹിമതാഴ്വര എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ കാശ്മീർ വാലി, കാശ്മീർ താഴ്വര ഒരു ഹിമതാഴ്വരയാണ്. ശൈത്യ കാലഘട്ടമൊക്കെ ആകുമ്പോൾ അവിടെ മഞ്ഞ് വീഴ്ചയൊക്കെ നമുക്ക് സർവ്വസാധാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഹിമതാഴ്വരകളുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിക്ഷേപിച്ചുണ്ടാകുന്നതിനെയാണ് നമ്മൾ ഏത് പേരിട്ടാണ് വിളിക്കുന്നത്? മൊറൈനുകൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ഈ മൊറൈനുകൾ ഒന്ന് നോക്കി വെക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാറുണ്ട്, പറയാം. അത് നമ്മുടെ ഹിമാലയം അല്ലെങ്കിൽ ലെസർ ഹിമാലയത്തെ നമുക്ക് പ്രധാനമായിട്ടും ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഏറ്റവും വടക്കൻ ഭാഗം വരുന്നതാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഹിമാദ്രിക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്
അല്ലെങ്കിൽ തൊട്ട് തെക്കായിട്ടാണ് നമുക്ക് ഹിമാചൽ കാണാൻ കഴിയുന്നത്. ഹിമാചലിന്റെ തൊട്ട് തെക്കായിട്ടാണ് നമുക്ക് ശിവാലിക് കാണാൻ കഴിയുന്നത്. ഈ ഹിമാദ്രിയിലാണ് ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്, ഇൻക്ലൂഡിങ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റൻ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്നത്. മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റൻ ഒഴിച്ച് ബാക്കി ഉയരം കൂടിയ കൊടുമുടികളൊക്കെ തന്നെ നമുക്ക് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കൻ ഭാഗമായിട്ട് വരുന്ന വടക്കൻ പർവ്വതനിരയായിട്ട് വരുന്ന ഹിമാദ്രിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഹിമാദ്രിയുടെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് ഹിമാചൽ കാണാൻ കഴിയുന്നത്. ഹിമാചലിനെ ലെസർ ഹിമാലയം എന്ന് കൂടി നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഹിമാദ്രിയുടെ സവിശേഷത നമ്മൾ പഠിച്ചു. ഉയരം കൂടിയ കൊടുമുടികളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഹിമാചലിന്റെ സവിശേഷത താഴ്വരകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശിവാലിക്കിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ട് ലംബതലത്തിലുള്ള അല്ലെങ്കിൽ രേഖീയമായിട്ടുള്ള താഴ്വരകൾ, ഈ വരച്ചിരിക്കുന്ന പോലെ ലംബതലത്തിലുള്ള രേഖീയ താഴ്വരകൾ നമുക്ക് കാണാൻ കഴിയുന്ന ശിവാലിക്കിലാണ്. അതിന് ഞാൻ ഒറ്റ വാക്കിന് ഉത്തരം പറഞ്ഞാൽ മതി. ഡൂൺസ് എവിടെയാണ് കാണുന്നത്? ശിവാലിക്കിലാണ് കാണുന്നത്. അങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് എന്താണ് ഡൂൺസ് എന്ന എക്സാമിന് ചോദിക്കാറുണ്ട്. ലംബതലത്തിലുള്ള അല്ലെങ്കിൽ രേഖീയ തലത്തിലുള്ള താഴ്വരകളാണ്. പിന്നെ എക്സാമിന് വീണ്ടും ചോദിക്കാറുണ്ട് ഈ ഡൂൺസ് എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ടാണ് ഈ ലംബതലത്തിൽ അല്ലെങ്കിൽ രേഖീയ തലത്തിലെ താഴ്വരകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം 3500 മുതൽ 4500 മീറ്ററും ഇവിടുത്തെ വീതി, ഈ ഹിമാചലിന്റെ വീതി എന്ന് പറയുന്നത് 60 മുതൽ 80 കിലോമീറ്ററുമായിട്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടതാണ് രണ്ട് മൗണ്ടെയിൻ റേഞ്ച്. ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട രണ്ട് റേഞ്ചസ് ആണ്. ഒന്ന് ധൗളാധാർ റേഞ്ച് ഹിമാചൽ പ്രദേശിലുമാണ്. മഹാഭാരത് നിരകൾ നേപ്പാളിൽ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട താഴ്വരകളാണ് കാശ്മീർ താഴ്വര, ജമ്മു കാശ്മീരിലാണ്. കാംഗ്ര താഴ്വര, കുളു താഴ്വര, മണാലി താഴ്വര, ലാഹൂൾ താഴ്വര, സ്പിതി താഴ്വര. ബാക്കി എല്ലാ താഴ്വരകളും ഹിമാചൽ പ്രദേശിലാണ്. കാശ്മീർ താഴ്വര ജമ്മു കാശ്മീരിലുമാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് താഴ്വരകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ കാശ്മീർ താഴ്വരയിലാണ് നമുക്ക് കരാവ എന്ന് പറയുന്ന മണ്ണ് കാണാൻ കഴിയുന്നത്. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള, കണ്ടോ ഈ മൊറൈനുകൾ എന്ന് പറയുന്ന വാക്ക് മറ്റൊരു ചോദ്യമായിട്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. മൊറൈനുകളുടെ നിക്ഷേപണ പ്രവർത്തന ഫലമായിട്ട് കാശ്മീർ താഴ്വരയിൽ രൂപാന്തരപ്പെട്ട മണ്ണ് ഏതാണ്? അതാണ് കരേവ മണ്ണെന്ന് പറയുന്ന. ഈ കരേവ മണ്ണ് കാശ്മീർ താഴ്വരയിൽ ഉള്ളത് കൊണ്ടാണ് അവിടെ കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ ഭൂപ്രദേശമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഹിമാനി നിക്ഷേപണ ഭൂരൂപമായ മൊറൈനുകളോടൊപ്പമുള്ള കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കരേവ മണ്ണ്. ഇന്ത്യയിൽ ജമ്മു കാശ്മീരിൽ മാത്രമാണ് കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരേവ മണ്ണ്. കരേവ മണ്ണിന്റെ രൂപാന്തരം എന്ന് പറയുന്നത് ഹിമാനികളുടെ നിക്ഷേപണ പ്രവർത്തന ഫലമായി, അല്ലെങ്കിൽ മൊറൈനുകളോടൊപ്പം ഈ ഹിമാനിയുടെ നിക്ഷേപണ പ്രവർത്തനം എന്ന് പറയുന്ന പ്രോസസ്സാണ് മൊറൈനുകൾ എന്ന് പറയുന്ന. ഈ ഹിമാനികൾ വഹിച്ചു കൊണ്ടുവരുന്നതിന്റെ അടിത്തട്ടിലിരിക്കുന്ന ഈ മണ്ണും കല്ലുമൊക്കെ നിക്ഷേപിക്കുന്നു. അതിൽ കളിമണ്ണും മറ്റു വസ്തുക്കളും ചേർന്ന് കനമേറിയ നിക്ഷേപം രൂപം കൊള്ളുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ക്വസ്റ്റ്യന്റെ ആൻസറിൽ ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കാനുണ്ട്. ആ ചോദ്യമാണ് നമുക്ക് പ്രീവിയസ് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതാണിത്. ഹിമാലയത്തിന്റെ രൂപീകരണത്തെ കുറിച്ചുള്ള ഒരു പ്രധാന സിദ്ധാന്തമായ തെതിസ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നത്. ഈ തെതിസ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് കാശ്മീർ ഹിമാലയ അല്ലെങ്കിൽ കാശ്മീർ വാലിക്ക് ഒരു പ്രാധാന്യമുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള കൂട്ടിയിടി മൂലമാണ് ഹിമാലയം രൂപപ്പെട്ടത്. ക്രമേണ ഉയർന്നു വന്ന ഒരു വലിയ ആന്തരിക സമുദ്രത്തിൽ നിന്നുമാണ് ഹിമാലയം ഉത്ഭവിച്ചത്. പ്രദേശത്തെ അഗ്നിപർവ്വത പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഹിമാലയം രൂപപ്പെട്ടത്.
ഒരു വലിയ പീഠഭൂമിയുടെ ക്ഷയം മൂലമാണ് ഹിമാലയം സൃഷ്ടിക്കപ്പെട്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചു നോക്കിയേ. ഹിമാലയത്തിന്റെ രൂപീകരണത്തെ കുറിച്ചുള്ള ഒരു പ്രധാന സിദ്ധാന്തമായ സമുദ്ര സിദ്ധാന്തത്തെ കുറിച്ചാണ് പറയുന്നത്, തെതിസ് സിദ്ധാന്തം. ഈ തെതിസ് എന്ന് പറയുന്ന ആരാണ്? സമുദ്രമാണ്. അതായത് പാൻജിയ എന്ന് പറയുന്ന ബൃഹത് വൻകര രണ്ടായി പൊട്ടിപ്പിളർന്നപ്പോൾ അതിലൊന്ന് ഗോണ്ട്വാന ലാൻഡും മറ്റൊന്ന് ലൗറീഷ്യയുമായിരുന്നു. ഈ ഗോണ്ട്വാന ലാൻഡിന്റെ ലൗറീഷ്യയുടെ ഇടയിലായിട്ട് രൂപാന്തരപ്പെട്ട സമുദ്രമാണ് തെതിസ് എന്ന് പറയുന്ന. ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ പ്ലേറ്റ്, ഇന്ത്യൻ ഫലകം എന്ത് ചെയ്തു? ലൗറീഷ്യയുടെ ഭാഗമായിട്ടുള്ള യുറേഷ്യയുമായിട്ട് കൂട്ടിയിടിക്കുന്നു. ഇങ്ങനെയാണ് കൂട്ടിയിടി നടക്കുന്ന. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ട് ആരുണ്ടായിരുന്നു? തെതിസ് എന്ന് പറയുന്ന സമുദ്രം ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ട് തെതിസ് എന്ന് പറയുന്ന സമുദ്രം ഉണ്ടായിരുന്നു. ഈ തെതിസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നു വന്നാണ് എന്ത് രൂപം കൊണ്ടിരിക്കുന്നത്? ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത്. ഈ തെതിസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നു വന്ന ഇന്ത്യയിലെ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് കാശ്മീർ താഴ്വരയാണ്. അതായത് കാശ്മീർ താഴ്വര സമുദ്രതറ ഉയർന്നു പൊങ്ങിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ആ ഉയർന്നു പൊങ്ങി രൂപപ്പെട്ട സമുദ്രതറയിലേക്ക് മൊറൈനുകളുടെ നിക്ഷേപണ പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഇങ്ങനെ മൊറൈനുകളുടെ നിക്ഷേപണ പ്രവർത്തന ഫലമായിട്ട് പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു? കെമിക്കൽ വ്യത്യാസം ഉണ്ടാകുന്നു. അതായത് നമുക്കറിയാം ഓഷ്യൻ ക്രസ്റ്റ് സമുദ്രതറയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സിലിക്കണും മഗ്നീഷ്യവുമാണ്. അതേസമയം കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന വൻകര തറയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരുന്ന സിലിക്കണും അലൂമിനിയവുമാണ്. ഈ സിലിക്കണും മഗ്നീഷ്യവും അടങ്ങിയ തെതിസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് ഉയർന്നു വരികയും ഇവിടെ ഹിമാനി നിക്ഷേപണം ഉണ്ടാവുകയും, ഇത് 1-2 വർഷത്തെ കഥയല്ല, 10, 20, 50, 100 വർഷം കൊണ്ട് ഹിമാനി നിക്ഷേപണം കൂടി ഉണ്ടാവുകയും മൊറൈനുകളുടെ നിക്ഷേപണ പ്രവർത്തന ഫലമായി പതുക്കെ പതുക്കെ കരേവ എന്ന് പറയുന്ന മണ്ണ് കൂടി രൂപാന്തരപ്പെട്ടു. അപ്പൊ ഈ കരേവ മണ്ണ് രൂപാന്തരപ്പെടുന്നതിന് തെതിസ് എന്ന് പറയുന്ന സമുദ്രം കൂടി കാരണക്കാരനാണ് എന്നൊരു കാര്യം കൂടി ഓർക്കുക. നമ്മൾ 5 ചോദ്യങ്ങളാണ് നോക്കിയത്. അപ്പൊ ഈ 5 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാം ആയിരുന്നു. കഴിഞ്ഞ വർഷം നടന്നൊരു എക്സാം ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേണും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പം എല്ലാവരും മാസ്റ്റർ കീയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക്